എല്ലാവർക്കും നമസ്കാരം. STMലേക്ക് വീണ്ടും സ്വാഗതം. സിനിമാ പ്രേമികളെ, അവസാന നിമിഷം വരെ നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി ക്ലൈമാക്സിൽ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു നല്ല ത്രില്ലർ സിനിമയുടെ അനുഭവം ഒന്ന് വേറെ തന്നെയാണല്ലേ? അതുകൊണ്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മികച്ച കഥ പറച്ചിലിന് പേരുകേട്ട മലയാള സിനിമയിലെ ശരിക്കും ഞെട്ടിക്കുന്ന ക്ലൈമാക്സുകളുള്ള മികച്ച 5 സിനിമകളാണ്. സിനിമ കണ്ടു കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സിനിമകളായിരിക്കും ഇവ. അപ്പോൾ അധികം വൈകിക്കാതെ നമുക്ക് നമ്മുടെ ലിസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ 5-ാം സ്ഥാനത്ത് വരുന്നത് 2023 പുറത്തിറങ്ങിയ ഇരട്ടയാണ്. സ്വഭാവത്തിലും പ്രവൃത്തിയിലും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഇരട്ട സഹോദരന്മാരുടെ ജീവിതമാണ് ഈ സിനിമയുടെ കേന്ദ്രം. പ്രമോദ്, സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. മദ്യപാനം കാരണം ഭാര്യ ഒരു കൈക്കുഞ്ഞുമായി അദ്ദേഹത്തെ ഉപേക്ഷിച്ചുപോയി. മറ്റേയാൾ വിനോദ്, അഴിമതിക്കാരനും തെമ്മാടിയുമായ ഒരു പോലീസുകാരൻ. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ വിനോദിനെ പോലെ വെറുക്കപ്പെട്ട ഒരു കഥാപാത്രത്തിന് ഒരു നല്ല ജീവിതം അർഹിക്കുന്നില്ല എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും. ജീവിതത്തിലേക്കൊരു പെൺകുട്ടി കടന്നു വന്നതോടെ സന്തോഷം അനുഭവിച്ചു തുടങ്ങുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം വിനോദ് തിരിച്ചറിയുന്നത്. താൻ ഉപദ്രവിച്ചത് സ്വന്തം സഹോദരന്റെ മകളെ തന്നെയാണെന്ന തിരിച്ചറിവിൽ കുറ്റബോധം കൊണ്ട് വിനോദ് സ്വയം ജീവനൊടുക്കുന്നു. എന്നാൽ ഈ സത്യമറിയുന്ന പ്രമോദിന് പിന്നീടൊരിക്കലും സ്വന്തം മകളുടെ മുന്നിൽ പോകാനാവില്ല. കാരണം ആ മുഖം അവൾക്ക് ഇനി എന്നും അവളെ ഉപദ്രവിച്ചവന്റേതാണ്. സഹോദരനെ നഷ്ടപ്പെട്ടു, സ്വന്തം കുടുംബവുമായി ഒന്നിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇത് മരണത്തേക്കാൾ ഭയാനകമാണെന്ന് ചിലർ പറയുന്നു. അവസാനം വരെ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന ഞെട്ടിക്കുന്നൊരു ക്ലൈമാക്സാണ് ഈ സിനിമയുടേത്. ജോജു ജോർജിന്റെ ഇരട്ടവേഷത്തിലുള്ള പ്രകടനം ഗംഭീരമാണ്. സങ്കീർണമായ കഥയും ചിന്തകളെ തകിടം മറിക്കുന്ന ക്ലൈമാക്സും കാരണം തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണിത്. 4-ാം സ്ഥാനത്ത് 2022 പുറത്തിറങ്ങിയ ഇലവീഴ പൂഞ്ചിറ. ഒറ്റപ്പെട്ട ഒരു പോലീസ് വയർലെസ് സ്റ്റേഷന്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. അവിടെ എപ്പോഴും മഴയും ഇടിമിന്നലുമാണ്. കനത്ത പോടമഞ്ഞ് കാരണം പുറത്തൊന്നും കാണാൻ കഴിയില്ല. ഈ ഒറ്റപ്പെട്ട അന്തരീക്ഷം തന്നെ നമ്മളിൽ ഒരുതരം ഭയം സൃഷ്ടിക്കും. ഒരു സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ പലയിടത്തായി ചിതറിക്കിടക്കുന്നതും അതിനെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണവുമാണ് സിനിമയുടെ പ്രമേയം. പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നു, കൊല്ലപ്പെട്ട സ്ത്രീ അവിടെയുള്ള പോലീസുകാരിൽ ഒരാളുടെ ഭാര്യയായിരുന്നുവെന്നും അവർക്ക് മറ്റേ പോലീസുകാരനുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും. അവസാനത്തെ ആ വെളിപ്പെടുത്തൽ നമ്മളെ ശരിക്കും ഞെട്ടിക്കും. ഷാഹി കബീർ സംവിധാനം ചെയ്ത ഈ സിനിമ ഭയം ജനിപ്പിക്കുന്ന അന്തരീക്ഷം ഒരുക്കുന്നതിലും ഞെട്ടിക്കുന്ന ക്ലൈമാക്സ് നൽകുന്നതിലും ഒരു മാസ്റ്റർ ക്ലാസ്സാണ്. ശോഭിനും സുധിയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നമ്മുടെ ലിസ്റ്റിൽ 3-ാം സ്ഥാനത്തുള്ളത് 2014 പുറത്തിറങ്ങിയ മുന്നറിയിപ്പാണ്. ഒരു സ്ലോ ബേൺ സൈക്കോളജിക്കൽ ഡ്രാമയാണ് ഈ ചിത്രം. ഒരു പത്രപ്രവർത്തക രാഘവൻ എന്ന നിരുപദ്രവകാരിയെന്ന് തോന്നിക്കുന്ന ഒരു തടവുകാരനുമായി ഇടപഴകുന്നതാണ് കഥ. ശാന്തമായി പോകുന്ന ഒരു കഥാപാത്ര പഠനം പതിയെ പതിയെ ഭയാനകമായ ഒന്നായി മാറുന്നു. രാഘവൻ ഒരു നിരപരാധിയാണെന്ന് ക്ലൈമാക്സ് വരെ നമ്മളെ വിശ്വസിപ്പിക്കുന്നതാണ് ഈ സിനിമയുടെ വിജയം. എന്നാൽ അവസാനം വരുന്ന ആ ട്വിസ്റ്റ് വളരെ ഭീകരമാണ്. ആ ചിരി നിങ്ങളെ ജീവിതകാലം മുഴുവൻ വേട്ടയാടും. നമ്മൾ സ്വാതന്ത്ര്യത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതാണ് കാര്യം. നിങ്ങൾ കാണുന്ന സ്വാതന്ത്ര്യമായിരിക്കില്ല എൻ്റെ സ്വാതന്ത്ര്യം. നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളെ നമുക്ക് ചിലപ്പോൾ പറിച്ചു മാറ്റേണ്ടി വരും. ജയിലിനകത്ത് രാഘവൻ സ്വതന്ത്രനായിരുന്നു. അയാളെ പുറത്തു കൊണ്ടുവന്ന് എഴുതാൻ നിർബന്ധിച്ചപ്പോൾ പത്രപ്രവർത്തക അയാളുടെ സ്വാതന്ത്ര്യത്തിന് ഒരു തടസ്സമായി മാറി. അതുകൊണ്ട് അയാൾ അവളെ കൊന്നു. തന്റെ ജീവിതത്തെ നിയന്ത്രിച്ചതുകൊണ്ടാണ് അയാൾ ഭാര്യയെയും കൊന്നത്. രാഘവനായി മമ്മൂട്ടിയുടെ സൂക്ഷ്മമായ അഭിനയം നമ്മളെ വിസ്മയിപ്പിക്കും. 2-ാം സ്ഥാനത്ത് വരുന്നത് 2013 സൈക്കോളജിക്കൽ ത്രില്ലർ മുംബൈ പോലീസാണ്. മലയാളം സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്നതും അപ്രതീക്ഷിതവുമായ ക്ലൈമാക്സുകളിലൊന്നാണ് ഈ സിനിമയുടേത്. ഒരപകടത്തിൽ ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ ഉറ്റ സുഹൃത്തിന്റെ കൊലപാതക കേസ് വീണ്ടും അന്വേഷിക്കാൻ ശ്രമിക്കുന്നതാണ് കഥ. ഓർമ്മകൾ വീണ്ടെടുക്കാനുള്ള യാത്രയിൽ തന്റെ പരമ്പരാഗതവും ഔദ്യോഗികവുമായ ജീവിതത്തിലെ പല തീരുമാനങ്ങളെക്കുറിച്ചും ഞെട്ടിക്കുന്ന സത്യങ്ങളെക്കുറിച്ചും അയാൾ മനസ്സിലാക്കുന്നു. റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ക്ലൈമാക്സ് നിങ്ങളുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിക്കും. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ശരിക്കും ഞെട്ടാൻ തയ്യാറായിക്കോളൂ. ഒടുവിൽ നമ്മുടെ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് മറ്റൊരു സിനിമയെക്കുറിച്ചും ചിന്തിക്കാനില്ല. 2013 പുറത്തിറങ്ങിയ ദൃശ്യം. ഒപ്പം അതിന്റെ തുടർച്ചയായി 2021 വന്ന ദൃശ്യം 2. മലയാളം ത്രില്ലർ സിനിമകളുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ് ഈ സിനിമകൾ. നിയമത്തിൽ നിന്ന് തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ജോർജ് കുട്ടി ഒരുക്കുന്ന അതിബുദ്ധിപരമായ സൂക്ഷ്മമായി പ്ലാൻ ചെയ്ത പദ്ധതികളും 2-ാം ഭാഗത്തിലെ പോലീസുമായുള്ള ഒളിക്കളിയും നിങ്ങളെ സീറ്റിന്റെ അറ്റത്ത് പിടിച്ചിരുത്തും. 2 സിനിമകളും ആകാംക്ഷയുടെയും മനുഷ്യബുദ്ധിയുടെയും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുടെയും ഒരു പാഠപുസ്തകമാണ്.
ദൃശ്യത്തിലെ ക്ലൈമാക്സുകൾ വെറും ട്വിസ്റ്റുകൾ മാത്രമല്ല, അവ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഐക്കോണിക് നിമിഷങ്ങളാണ്. സംശയമില്ലാതെ 1-ാം സ്ഥാനം. അപ്പോൾ ഇതൊക്കെയാണ് ഞെട്ടിക്കുന്ന ക്ലൈമാക്സുകളുള്ള നമ്മുടെ ടോപ്പ് 5 മലയാളം സിനിമകൾ. ഈ സിനിമകളിൽ ഏതാണ് നിങ്ങളെ ശരിക്കും ഞെട്ടിച്ചത്? ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്ന മറ്റ് സിനിമകൾ ഏതെങ്കിലും നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.